ഒരുപാട് ടൈം ട്രാവൽ സിനിമകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് പ്രീഡെസ്റ്റിനേഷൻ ആണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ ആളോട് കാണാൻ പറയുന്നൊരു സിനിമ എന്ന് പറയുന്നത് ദി ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. 3 ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു സിനിമ ഇറങ്ങിയത്. അതിലെ ഒന്നാമത്തെ ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. ദി ബട്ടർഫ്ലൈ എഫക്റ്റ് ശരിക്കും ഇത് നിങ്ങളെല്ലാവരും കാണണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം കൂടെ ഞാൻ അവസാനം പറയാം. ഇവാൻ എന്നാണ് നമ്മുടെ നായകൻ്റെ പേര്. ഇദ്ദേഹം വളരെയധികം ഭയപ്പെട്ട് ഓടി ഒരു ഓഫീസിൻ്റെ അകത്തേക്ക് വന്ന് കയറുകയും ആരൊക്കെ ഇദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ ഓടിക്കതച്ച് താഴെയുള്ളൊരു പേപ്പറിൽ ഞാൻ ഇനിയും പുനർജനിക്കുകയാണെങ്കിൽ ഐ ക്യാൻ സേവ് ഹെർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറിപ്പൊക്കെ എഴുതി വയ്ക്കുകയാണ്. പിന്നെ ഫുള്ളൊരു ബ്ലാക്ക് ഔട്ടാണ്. പിന്നെ കുറച്ച് കാലം ഇവാൻ്റെ ചെറുപ്പകാലത്തേക്ക് പോവുകയാണ്. ഇവാൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരുപാട് ട്രോമകളും, അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവാനെയും ഇവാൻ്റെ ഫ്രണ്ട് കൈലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയൊക്കെ എന്താ പറയുക സെക്ഷലി മ്യൂട്ടിലേറ്റ് ചെയ്തിട്ട് ഒക്കെ നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കുട്ടികളെ വെച്ചിട്ട് പോണോഗ്രാഫിക് ഫിലിം എടുക്കുക അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാനസിക രോഗമാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ മെൻ്റൽ ഹോസ്പിറ്റലൊക്കെ ആക്കുന്നു. അമ്മയാണ് ഇവാനെ നോക്കിയിരുന്നത്. ഇവാൻ്റെ സുഹൃത്തുക്കൾ പല സമയത്തും ഇവരുടെ ലൈഫിൽ നടക്കുന്ന പല കാലഘട്ടങ്ങളിലൂടെയാണ്, പല സംഭവങ്ങളിലൂടെയാണ് സിനിമ പിന്നീട് പോകുന്നത്. അതിൽ 1-2 ഞാൻ പറയാം. ഒന്ന് എന്ന് പറഞ്ഞത് ഇവാൻ്റെ ബോധം ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും പിള്ളേരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ചില കുസൃതികളൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഇവാൻ്റെ ബോധം അതായത് പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയിട്ട് താഴെ വീണു പോകും. പിന്നെ ഉറക്കം എണീക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഓർമ്മയില്ല. കൂട്ടുകാരും അല്ലെങ്കിൽ വീട്ടുകാരും ഒക്കെ എടുത്തിട്ട് ഇവാനെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഇത് ഇവാൻ്റെ ബ്രെയിനിനുള്ളൊരു പ്രശ്നമാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അമ്മയും ഇവാനും എല്ലാവരും കൂടെ ടെസ്റ്റ് ചെയ്യിക്കുന്നു, MRI സ്കാനൊക്കെ എടുക്കുന്നു. പക്ഷേ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് കാലങ്ങൾ കഴിയുന്നു. ഈ സമയത്തൊക്കെ ഈ ഇവാൻ്റെ ഫ്രണ്ട്സിനും ഇവാനും ഒക്കെ സംഭവിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ സിനിമയുടെ ഈ ഒരു ചെറിയ പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഒന്ന് വിട്ടു പറയാതെ ചില ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ചു പോകുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവാൻ ഒരുപാട് കാലത്തിന് ശേഷം ആ നാട് വിട്ടിട്ട് ഇവാൻ തിരിച്ചു പോവുകയാണ്. മറ്റൊരു സ്ഥലത്തേക്ക് കോളേജിലേക്ക് ചേരാനായിട്ട് പോവുകയാണ്. തൻ്റെ കൂട്ടുകാരെയൊക്കെ വിട്ട് ഇവാൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. 10-15 വർഷം കഴിഞ്ഞു. ഇവാൻ ഇപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻ്റാണ്. ഇവാൻ ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ടൊന്നും ഇവാൻ ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയിട്ട് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവാൻ അത്രയും കാലം എഴുതി വെച്ചിരുന്ന ഒരു ഡയറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡയറിയിലെ വാക്കുകളൊക്കെ ഇങ്ങനെ വായിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവാൻ ആ ഡയറി എന്നാണ് അദ്ദേഹം എഴുതിയതെന്ന് വെച്ചാൽ ആ ഒരു ദിവസത്തിലേക്ക് ഇയാൾ ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് ശരിക്കും ആ ഒരു ദിവസമാണ് ഇദ്ദേഹം ബ്ലാക്ക് ഔട്ട് ആയി പോയത്. അപ്പോൾ ബ്ലാക്ക് ഔട്ട് ആയ ദിവസങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ഇവാൻ ഒരു ഡയറി ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അയാൾക്ക് അതിൻ്റെ ആ ഒരു ദിവസത്തേക്ക് ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എപ്പോഴാണോ അദ്ദേഹം ബ്ലാക്ക് ഔട്ട് ആയി പോയത് ആ സമയത്തായി അദ്ദേഹം എണീക്കുകയാണ്. തെറ്റെന്താ ശരി എന്താ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ ചെയ്തു പോയ പല കാര്യങ്ങളും പല കാലങ്ങളിലേക്കും ഇവാൻ സഞ്ചരിക്കുന്നതും ഇവാൻ്റെ ആ ഒരു സഞ്ചാരത്തിൽ ആ ടൈം ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് ഇവാൻ വരുത്തുന്ന ചെറിയൊരു മാറ്റം, അതായത് ഇപ്പോൾ ഒരാൾ ജീവിച്ചിരുന്നെങ്കിൽ, മരിച്ചുപോയ ഒരാൾ ജീവിച്ചിരുന്നെങ്കിൽ ഇവാൻ്റെ ലൈഫ് എൻറ്റയർലി ഡിഫറൻ്റ് ആയിപ്പോയേനെ. അതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. അതായത് ഒരു സ്ഥലത്തെ ഒരു ചിത്രശലഭത്തിൻ്റെ ചെറിയ ചിറകടി കൊണ്ട് അതിൻ്റെ ആ വേവ് കൊണ്ട് മറ്റൊരു സ്ഥലത്ത് വലിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചേക്കാം എന്നുള്ളൊരു തിയറിയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഇവാൻ്റെ ലൈഫിലുണ്ടായ ആ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു ശരി അദ്ദേഹം അത് തിരുത്താൻ നോക്കുന്ന സമയത്ത് മറ്റു ചില ആളുകൾക്ക് അത് എഫക്റ്റ് ആവുകയും മറ്റു ചില ആളുകൾക്ക് അത് ബെനിഫിറ്റ് ആവുകയും ചെയ്യുന്നു. ഇവാൻ്റെ ലൈഫ് എൻറ്റയർലി ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രസൻറ്റിലുള്ള ഇവാൻ്റെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അത് മൊത്തമായിട്ട് മാറിപ്പോകുന്നു. അതാണ് ഈ ഒരു സിനിമ. നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടുന്നൊരു സിനിമയാണ്. കാരണം നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്നു നാളേക്ക് ജീവിക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയൊരു എഫക്റ്റായിട്ട് മാറാൻ പോകുന്നത്. അതുകൊണ്ട് തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും ഒക്കെ കറക്റ്റായിട്ട് ചൂസ് വൈസ്ലി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഒരു സിനിമയാണ് ദി ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്ന സിനിമ. ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നൊരു സിനിമ എത്രത്തോളം നമ്മളെ ശ്രദ്ധാപൂർവ്വം നടക്കാനും ചില കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുമെങ്കിൽ ലൈഫിൽ ചില കാര്യങ്ങൾ, തീരുമാനങ്ങൾ, ചില ആളുകളെ തിരഞ്ഞെടുക്കുക, ചില കാര്യങ്ങൾ ചെയ്യുക, ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, നല്ലത് ചെയ്യുക, മോശം ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയാണ് ദി ബട്ടർഫ്ലൈ എഫക്റ്റ്. ഇതിൻ്റെ ഒരു 2ാം ഭാഗം ഞാൻ പറഞ്ഞല്ലോ, 2ാം ഭാഗം 3ാം ഭാഗത്തേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ 1ാം ഭാഗമാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ല 2ാം ഭാഗം 3ാം ഭാഗം. 2ാം ഭാഗം 3ാം ഭാഗം വേറെ തന്നെ ഒരു ഇവാൻ്റെ കഥയല്ല, ഇവാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കഥയല്ല, വേറൊരാളുടെ കഥയായിട്ടാണ് 2-3 ഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കുക. ഇതിലെ ഒരുപാട് സുഹൃത്തുക്കളായിക്കോട്ടെ, അയാളുടെ കാമുകിയായിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ സംഭവിച്ചു പോകുന്ന പ്രശ്നങ്ങൾ അല്ല, ഒരു സൈഡിൽ ഒരു ഫ്രണ്ടിനെ അദ്ദേഹത്തിന് രക്ഷിക്കാൻ പറ്റിയെങ്കിൽ മറ്റേ സൈഡിൽ അദ്ദേഹത്തിൻ്റെ കാമുകി ഒരു പോൺ ആർട്ടിസ്റ്റായിട്ട് മാറുന്നു.
ഒരു എന്താ പറയുക ഒരു വേശിയായിട്ട് മാറുന്നു. അവളെ രക്ഷിക്കാനായിട്ട് വീണ്ടും ടൈം ട്രാവൽ ചെയ്തിട്ട് അയാൾ ബാക്കോട്ട് പോകുന്നു. ആ സമയത്ത് അയാൾക്കും അവൾക്കും എന്താ പറയുക ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ലൈഫ് അയാൾക്ക് കിട്ടുമെങ്കിലും അയാളുടെ ഫ്രണ്ടിൻ്റെ ലൈഫ് തകർന്നടിയുന്നു. അത് രക്ഷിക്കാനായിട്ട് അയാൾ വീണ്ടും ടൈം ട്രാവൽ ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് അയാൾ എല്ലാം പാസ്റ്റും പ്രസൻറ്റും ഒക്കെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം പോവുകയും ഇതൊക്കെ നിർത്താനായിട്ട് ഇതൊക്കെ നന്നാക്കാനായിട്ട് ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്നൊരു ഡിസിഷനിലേക്ക് അയാൾ എത്തുകയും ചെയ്യുന്നു. അതെന്താണ് ആ ഡിസിഷൻ എന്നുള്ളതാണ് സിനിമയുടെ ക്ലൈമാക്സ്. അടിപൊളി ക്ലൈമാക്സ് ആണ്. നിങ്ങൾ വണ്ടടിച്ചു പോകും. എന്തുകൊണ്ടാണ് ഈ സിനിമയിലെ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്, ഇവാൻ്റെ അമ്മ പറയുന്നുണ്ട് 2 തവണ എൻ്റെ ഗർഭം അലസിപ്പോയി, 3-ാം തവണ ആയിട്ടുള്ളൊരു കുട്ടിയാണ്, 3-ാം തവണ എനിക്ക് കിട്ടിയൊരു കുട്ടിയാണ് നീ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതൊക്കെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് മനസ്സിലാവും. അപ്പോൾ അത് അടിപൊളി ഒരു സിനിമയാണ്. നിങ്ങൾ മറക്കാതെ കാണുക. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. സി